സുഖം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നീന്തി നോക്കാം. ഒരു ഇഞ്ച് പോലും പോകുന്നില്ല. കക്കയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ഒഴുകി വരുന്ന വെള്ളമാണ് ഇത്. നേരെ ഒഴുകി പോകുന്നത് പെരുവണ്ണാമൂഴി ഡാമിലേക്കാണ്. അതിൻ്റെ താഴെ ഭാഗത്താണ് കരിയാത്തുംപാറ എന്ന സ്ഥലം, ടൂറിസ്റ്റ് പ്ലേസ്. ഇത് മുകൾ ഭാഗമാണ്. നല്ല ഒഴുക്കാണ് വെള്ളത്തിന്. വരുന്ന വെള്ളമാണ് ഇപ്പൊ ആ പൈപ്പ് കൂടെ ഇങ്ങോട്ട് വരുന്നത് ക്ലോസ് ചെയ്തിട്ട്. അതാണ് കക്കയം ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നതാണ്. അത് നേരെ ഇവിടെ താഴെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് അതിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളമാണിത്. ഇതിന് നേരെ താഴെ പെരുവണ്ണാമൂഴി ഡാമിലേക്കാണ് പോണത്. നല്ല ഒഴുക്കാണ് ഇത്. ആ പൈപ്പ് കൂടെ വരുന്ന വെള്ളമാണിത്. സുഖസുന്ദരമായിട്ട് കുളിക്കാം. ആളുകളൊക്കെ അവിടെ കുളിക്കുന്നുണ്ട്. കുറേ ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്. താഴെ നീന്തി കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയൊരു ഏരിയ ആണ്. അത് അങ്ങോട്ട് പോയി വെക്കാം. നമ്മൾ പോയി അടി നിൽക്കാണ്ട് അടിച്ചോളി. എന്നാലേ അത്രയ്ക്ക് ഒഴുക്കാണ്. കൈ നല്ലോണം അടി. വാ. ഇതെന്താ നിങ്ങൾ നീന്തിയിട്ട് വരാത്തത്? ഇങ്ങനെ ഒഴുക്കോ? അമ്പടോ, എന്താ ഒഴുക്ക്! ഇതൊക്കെ ആ പൈപ്പ് കൂടെ വരുന്ന വെള്ളമാണ്. നീ നീന്തം അറിയില്ല എനിക്ക്? എന്നിട്ട് വാ. ഇവിടെ അത്ര ഉള്ളൂ. അത്ര വെള്ളമുള്ളൂ ഇവിടെ. അത്ര വെള്ളമുള്ളൂ. ഓൻ കിടക്കണ നോക്കിയിട്ട് കാര്യം. ചീട്ട് വാ. ഞാൻ വീട് പോന്ന തോന്നണേ. മിക്കവാറും ഈ ഫോൺ തീരുമാനമാവും. ആടാ വീഡിയോ ആണടാ. കയറി വാ. നീന്തി വാ. വെള്ളം അത്ര തന്നെ ഉള്ളൂ. വെള്ളം കൂടുന്നൊന്നുമില്ല. അതുകൊണ്ടടാ. അജിത്താ പോണി. അജിത്ത് പിടിക്കാനിട്ടില്ല. പോയി എന്താ വൈബില്ലേ? സൂപ്പറല്ലേ? ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമായില്ലേ? മക്കളെ വന്നുകാണ്ട് അർമാദിക്കേണ്ട ഒരു സ്ഥലമാണ്. എന്താ സുഖം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊന്ന് നീന്തി നോക്കാം. ഇതാണ് ഒരു ഇഞ്ച് പോലും പോകുന്നില്ല. ശരി, ഇത്ര നേരം മുന്നോട്ട് വെച്ചെടുക്കുക. ഇവിടുന്ന് അടുത്ത് പോയണ്ടേ. ഞാൻ
വേണ്ട 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 വീഡിയോ ഉണ്ട്. അല്ലടാ ഇതിവിടെ സ്റ്റാൻഡും ഇവിടെ കുത്തിച്ചാലോ? ആ ഫിറ്റായി കിടക്കാണ്. ഏറ്റിനാ അവിടെയൊക്കെ പൈസ കൊടുത്ത് കയറണ്. ഇത്രയാനം വെള്ളം ഉണ്ടായി കണ്ട് ഒരാള് കണ്ടോ കിടക്കണ കിടപ്പ് കണ്ടോ? അങ്ങനെ വെള്ളത്തിൽ കയറില്ലടായേ. അതിവിദഗ്ധമായിട്ട് നീ പോവരുതിട്ടോ. അവിടെ തന്നെ എന്നാ മതിയേ. ആ പോവല്ലോ. ആ പോകാലോ. ആ പോന്നട്ടെ. ആ വന്നോട്ടെ. ഏതാ നിങ്ങൾ രണ്ടാളും കൂടി പോവിട്ടോ. നിങ്ങൾ കണ്ടിക്കാ ജനടാ ക്രോസ് ചെയ്ത് നിൽക്ക്. ക്രോസ് ചെയ്ത് നിൽക്ക്. ക്രോസ് ചെയ്ത് നിൽക്ക്. നിങ്ങൾ അങ്ങോട്ടാ പോണേ? എന്താ പവറ് വെള്ളത്തിന്റെ ഒരു കഴിഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നിങ്ങൾ അങ്ങോട്ട് പോവാ. അതിനെ പിടിച്ചോ പിടിച്ചോ. അവിടെ എത്തുമ്പോ കല്ല് കടി ഒന്നും പറയാനില്ല. കല്ലേ കല്ല് അവിടെ എല്ലാം ഒഴുക്കുണ്ട് അല്ലേ? അതവിടെ എന്താ ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പോകുന്നു. എന്താ സാധനം കിട്ടുന്ന അവർ ചോദിച്ചിട്ടുണ്ടാകും. മുകളിൽ നിന്ന് എടുപ്പാ എന്താ പറയുക. ആ തോട്ടിൽ പോയാൽ പ്രശ്നം അടിച്ച് പോയാൽ കുഴപ്പമില്ല. ഞാനേ നേരത്തെ മേലോട്ട് നീന്തിയില്ലേ, ഞാൻ മനക്കെട്ട് നീന്താണ്. ഞാൻ അന്നെ നോക്കുമ്പോ ഇച്ചി ബാക്കോട്ട് പോവാണ്, ഞാനാ ബാക്കോട്ട് പോണേ. പക്ഷെ സംഭവം എന്ന് വെച്ചാല് എന്റെ മൂട് ഊരിയിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കാൻ ഇങ്ങനെ കിട്ടി. ഞാൻ എന്റെ ഇതൊക്കെ അടച്ച് പോകുന്ന മാലക്ക പിന്നെ കുറച്ചധികം നടക്കി. നടക്കണില്ലേ
വെള്ളം നടക്കണമെങ്കിൽ ഒരിക്കലും അടക്കി ബാക്കിയല്ല പിടിച്ചിട്ട് കിട്ടി പിടിക്കണോ ആരെ വെള്ളം അടിച്ചത് ഞാനും മുകളിലെത്തിയാ അവിടെ കിടക്കണ്ട് അവിടെ കിടക്കണല്ലേ ഇതൊക്കെ വലിയൊരു കല്ലുമ്പ് കയറി പിടിക്കാം നല്ല പാറ കാണാനല്ലോ കാലിടിച്ചോ നീ വിട്ടിട്ടോ ചവിട്ടി കിട്ടണ്ടേ വലിയ കല്ലുമ്പ കുടിക്കുന്നു ആ ഏട്ടാ സന്തോഷൂടാ നല്ല സ്റ്റൈലാ അപ്പം മക്കളെ ഇതാണ് കരിയാത്തുംപാറേൻ്റെ മുകൾ ഭാഗത്തുള്ള കാഴ്ചകൾ കേട്ടോ. മുകൾ ഭാഗം അത് അതാ ഡാം. ആ പെൻ സ്റ്റോക്ക് കണ്ണോ അതിലൂടെ വന്നുകൊണ്ടാണ് വെള്ളം അങ്ങോട്ട് ഒഴുകി വരുന്നത്. ഇത് മേലെ ഭാഗം വെള്ളം ഒഴുകി പോകണം കീപ്പട്ടി പരുവണ്ണാമൊഴി ഡാമിലേക്ക്. അടുത്ത ഡാമിലേക്കാണ് പോണത് അല്ലേ? ബാണാസുര ഡാമിൽ നിന്ന് കക്കയം ഡാമിലേക്ക് വെള്ളം വന്നിട്ട് കക്കയത്തു നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ വരുന്ന വെള്ളം നേരെ പെരുവണ്ണാമൊഴി ഡാമിലേക്കും അതിൽ കുറ്റ്യാടി പുഴയിലേക്ക് അത് ഒഴുകി പോകും. അങ്ങനെയാണ് ഇവിടുത്തെ ഭൂമിയുടെ സ്ട്രക്ചർ എടുക്കുന്നത്. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് ഇവിടുത്തെ വ്യൂ. എന്താ രസം, അടിപൊളി.